രേണുസുതി ഒരിക്കലും കിച്ചുവിനെ ഇല്ലാതാക്കാനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് കിച്ചുവിനെ ഇപ്പോഴും ഇഷ്ടമാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ കിച്ചുവിൻ്റെ ദേഹത്ത് കുറച്ച് പ്രേതങ്ങൾ കയറിയിട്ടുണ്ട്. അവരാണ് ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്തായി, 2 വിഭാഗമായിട്ട് മാറിയിരിക്കുക. രേണുസുതിക്ക് ഒരു വിഭാഗം, രേണുസുതിയുടെ രോഗമില്ല, രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു വിഭാഗം, അതേ സ്ഥാനത്ത് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വേറെ. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ പറയട്ടെ, രേണുവിൻ്റെ ജീവിതം അവർ നോക്കി ജീവിക്കട്ടെ, കിച്ചുവിൻ്റെ ജീവിതം ജീവിക്കട്ടെ. അവൻ്റെ ടീഷർട്ട് വിറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്തോ എന്തെങ്കിലും അവൻ 10 രൂപ ഉണ്ടാക്കട്ടെ. അവൻ ചെറുപ്പമല്ലേ ഉണ്ടാക്കട്ടെ. ഇനി ബിഗ് ബോസിൽ പോയിട്ട് അതിലും ഉണ്ടാക്കട്ടെ. നമുക്കതിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ ഈ യൂട്യൂബ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്തിനാണ് ഈ കിച്ചുവിനെ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുന്നത്? അതുപോലെ തന്നെ രേണുവിനെ എങ്ങനെ താറ്റി കൊണ്ടുവരുന്നത്? രേണു ചെയ്യുന്നതെല്ലാം കള്ളത്തരം, കിച്ചു ചെയ്യുന്നതെല്ലാം പുണ്യാളൻ എന്ന് പറയണതിൽ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിന് എതിരായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പൊന്നാര കൂട്ടുകാരൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവരെ മനസ്സിലൊക്കെ എന്തോ ഒരു വിഷമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവരായിട്ട് യാതൊരു വിഷമങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല. നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുക. രേണുസുധീനെ പറ്റി പറയുമ്പോൾ ഒരു വിഷമം ഒന്നുമില്ലെങ്കിലും ആ പാവം കലാകാരൻ സുധീനെങ്കിലും നമ്മളൊന്ന് ആലോചിക്കണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ രേണു എന്ന് വന്നിട്ട് വലിയ ഇവിടെ സമൂഹത്തിൽ വലിയ ക്രൈമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. സ്റ്റാഫാണ് തനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടതെന്ന് പറഞ്ഞ് വലിയൊരു വിവാദം ഉണ്ടാക്കി ആ ഹോസ്പിറ്റലിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ സാധിക്കും എനിക്ക് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള അറിവ്. 14ാമത്തെ വയസ്സിൽ തൊട്ട് ഞാൻ പൊതുവേദികളിൽ മണിക്കൂറുകളോളം നിന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം എഴുത്തിന്റെ മേഖലയിൽ വരുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ പ്രമുഖമായ 1-2 വാരികൾ സ്ഥിരമായി ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, രേണുവിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാര്യം പറയാം, രേണു വിഷയം ഇടപെട്ടതിൽ വെച്ച് ഏറ്റവും മുതിർന്ന ഒരാള്, ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ ഇട്ട് പൊരിക്കുകയാണ്, ഇദ്ദേഹം പച്ചക്കളവ് പറയുന്നു എന്നാണ്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്, ഇദ്ദേഹം 14 വയസ്സ് മുതലാണ് ഈ പണിക്കിറങ്ങിയത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ തുടങ്ങിയ എല്ലാ ന്യൂസ് ചർച്ചകളിൽ ഇരുന്ന് സംസാരിച്ച ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം കളവ് പറയോ? അപ്പോ രേണുവിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ചില കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം, രോഗം ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, നമ്മളിപ്പോ രോഗമുണ്ട് എന്ന് സങ്കല്പിക്കാം. രോഗമുണ്ടെങ്കിൽ ഒരാൾ ചെയ്ത എല്ലാ വൃത്തികേടും നമ്മൾ മറക്കണമെന്നാണോ? രേണുസുതി എന്ന സ്ത്രീ പുണ്യാളത്തി എന്ന് പറയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നെ കിട്ടത്തില്ല അതിനൊക്കെ. അതായത് രേണു മുമ്പ് കിച്ചിനോട് ചെയ്ത ദ്രോഹവും അവര് സുധിച്ചേട്ടന്റെ പേര് വെച്ച് ചെയ്ത ദ്രോഹവും അവര് അരിഞ്ഞാടിയതൊന്നും ഞാൻ മറക്കത്തില്ല. ഞാൻ ഇങ്ങനെയാണ്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം, എനിക്കും മരിക്കാനുണ്ട്, രേണുവിനും മരിക്കാനുണ്ട്, നമുക്ക് എല്ലാവർക്കും മരിക്കാനുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ അവർക്ക് രോഗം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ പൊക്കി മുകളിൽ വെക്കാനൊന്നും എന്നെ കിട്ടത്തില്ല പൊന്നു പ്രേക്ഷകരെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇങ്ങനെ പറയുന്നത് ഫുള്ളായിട്ട് ഞാൻ വെച്ചു തരാം. നമ്മുടെ വിശപ്പ് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേട്ടില്ലേ, ഓരോ ദിവസം ഇവരിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്, രേണുവിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് വ്യൂസ് കിട്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടാണോ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുക, ഒരാളെ പ്രൊമോട്ട് ചെയ്യുക? ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ഒരു പാവമാണ് ഈ കിച്ചു എന്ന് പറഞ്ഞ ചെക്കൻ. അവനൊരു പെണ്ണിൻ്റെ സ്വഭാവമാണ് എന്ന് വിചാരിച്ചിട്ട് ഇവനെ ഒരുപാട് അങ്ങനെ അങ്ങോട്ട് ലാളിച്ച് അതുപോലെ തന്നെ ഇതുപോലെ പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അത് നിങ്ങൾക്ക് തന്നെ വലിയൊരു ഭാര്യയായിട്ട് മാറും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോണത്. ഇതേപോലെ തന്നെയാണ് രേണുസുധീനെ പ്രേക്ഷകരെല്ലാവരും പൊന്തിച്ച് കൊണ്ടുവന്ന് അതിനെ മാറോട് അണച്ചു, സ്നേഹം കൊടുത്തു, ആവാളത് കൊടുത്തു, ലാസ്റ്റ് എന്തുണ്ട് എല്ലാവരും കൂടി ഇപ്പോൾ നിലത്തിട്ടു. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ സ്ഥിതി. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഏത് തള്ളും ഏത് കൊള്ളും എന്ന് നമുക്കൊരു പിടുത്തമില്ല, പ്രേക്ഷകർക്ക് ഒരു പിടുത്തമില്ലാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിലത്തെ സത്യം ഏത്, നെല്ലേത്, പതിരേതെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഞങ്ങളിതെല്ലാം വീഡിയോകൾ കിട്ടുന്നു, ഞങ്ങളതെല്ലാം അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരു സത്യാവസ്ഥ കുറേയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ അസത്യങ്ങൾ കയറി വരുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്കെല്ലാം വെളുത്തതെല്ലാം പാലല്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും രേണുസുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. നമ്മളെല്ലാവരും രേണുസുതിയുടെ കൂടെ നിൽക്കേണ്ടതെന്ന്. കിച്ചുവിന് ഇപ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, അവന് നല്ല ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും വീഡിയോ നമുക്ക് പറയാനുള്ളൂ.